എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ലിപ് ബാമുമായിട്ടാണ്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണിത്. 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ലിപ് ബാം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 സാധനങ്ങളാണ് നമ്മളിത് ലിപ് ബാം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ നാച്ചുറലായിട്ടാണ് നമ്മളിന്ന് ലിപ് ബാം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടിനൊക്കെ ഒരു കളറ് നൽകാനും കരുവാളിപ്പൊക്കെ അകറ്റാനും ഒക്കെ ഈ ലിപ് ബാം വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിന്ന് നാച്ചുറലായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഈ ലിപ് ബാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലിപ് ബാം തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബീട്രൂട്ടൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഒരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ പിഴിഞ്ഞൊഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ബീട്രൂട്ട് കഷ്ണങ്ങളൊന്നും അതിലേക്ക് വീഴില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ വരും. അപ്പോൾ ഇതാ നമ്മൾ നീരൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടറാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉരുകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ വെച്ച് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റാവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ബീട്രൂട്ട് ജ്യൂസും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ ഇതാ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഒരു ടാബ്ലറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ടാബ്ലറ്റ് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ളൊരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഈ കുപ്പിയിൽ നമുക്കിത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. മാത്രമല്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് കേടായി പോവും. ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതൊരു 1.5-2 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ലിപ് ബാമാണിത്. നല്ല നാച്ചുറലായിട്ടുള്ള രീതിയിൽ നല്ല കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചുണ്ടിൻ്റെ കരുവാളിപ്പൊക്കെ മാറി നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിത് തീർത്തും കെമിക്കൽ ഫ്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ വാസ്ലിൻ യൂസ് ചെയ്യാവുന്നതാണ്. വാസ്ലിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ചുണ്ടുകൾക്കൊക്കെ ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്കൊക്കെ കരുവാളിപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലവർക്ക് ചുണ്ടിൽ കറുത്ത പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാസ്ലിൻ ഒഴിവാക്കിയിട്ട് ബട്ടർ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഹോം മെയ്ഡ് ലിപ് ബാം ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.